ഹായ്, വെൽക്കം ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOS 185-ൻ്റെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 മാർക്കറ്റ് റിസർച്ച്. എന്താണ് ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് സർവേ എന്ന് പറയുന്നതാണ്. മാർക്കറ്റ് സർവേ ഈസ് എ പ്രോസസ് ഓഫ് കളക്ടിങ് അനലൈസിങ് ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമർ ആൻഡ് മാർക്കറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ്, പ്രിഫറൻസ് ആൻഡ് ബൈങ് ബിഹേവിയർ. മാർക്കറ്റ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് നമ്മുടെ കസ്റ്റമറിൻ്റെയും മാർക്കറ്റിൻ്റെയും ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മാർക്കറ്റ് സർവേ എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, പ്രിഫറൻസ്, ബൈയിങ് ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്തിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അണ്ടർസ്റ്റാൻഡ് ഡിമാൻഡ് സപ്ലൈ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയും മനസ്സിലാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് യൂസ് ചെയ്തിരിക്കുന്ന മുൻകൂട്ടി കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? ഡെൽഫി മെത്തേഡ്, സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ, കൺസ്യൂമർ സർവേസ്, ട്രെൻഡ് എക്സ്ട്രപ്പൊലേഷൻസ്. ഹെൽപ്പ് അനലൈസ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. ഇനി അടുത്ത സെക്കൻഡ് വരുന്നത് ക്രിയേറ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് പ്ലാനും. നമ്മൾ മാർക്കറ്റ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എഫക്റ്റീവ് മാർക്കറ്റ് പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കും. ഹെൽപ്പ് ഇൻ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ആൻഡ് ബിൽഡ് ഫോക്കസ്ഡ് സ്ട്രാറ്റജീസ്. നോ കസ്റ്റമർ നീഡ്സ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടൂളായിട്ടുള്ള നെറ്റ് പ്രൊമോട്ടർ സ്കോർ അഥവാ NPS, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ, CSAT ഇതുപോലുള്ളവ എന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമറിൻ്റെ നീഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ലോഞ്ച് പ്ലാനിങ്ങും, ടെസ്റ്റ് പ്രൊഡക്റ്റ് ബിഫോർ ഫുൾ സ്കെയിൽ ലോഞ്ച്. നമ്മൾ ഫുള്ളായിട്ട് ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ഡെമോഗ്രാഫിക്, അവരുടെ ഡാറ്റ എന്തിനൊക്കെ, ഏജ്, ഇൻകം, ലൊക്കേഷൻ, ഇതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. നമ്മളെ കസ്റ്റമറിനെയും കോമ്പറ്റീറ്റേഴ്സിനെയും ഇൻഡസ്ട്രി ട്രെൻഡ്സിനെയും പ്രൊഡക്റ്റ് സർവീസ് പെർഫോമൻസിൻ്റെ ഡാറ്റാസ് അനലൈസ് ചെയ്തുകൊണ്ട് അത് മൊത്തം ഗ്യാദർ ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്നൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇതിൽ വരുന്നത് ഹൂ ഈസ് ദ കസ്റ്റമർ, ആരാണ് നമ്മുടെ കസ്റ്റമർ എന്നുള്ളത് മനസ്സിലാവും. വാട്ട് പ്രൈസ് ഷുഡ് ബി സെറ്റ്, എത്ര രൂപയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാം, എത്ര നമ്മൾ പ്രൈസ് നമ്മൾക്ക് സെറ്റ് ചെയ്യാം. വിച്ച് ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ബെസ്റ്റ് എന്നിവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റ് റിസർച്ചിലൂടെ കണ്ടെത്താൻ സാധിക്കും. മേജർ മാർക്കറ്റ് റിസർച്ച് ഏജൻസീസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണ്? ORG, IMRB, RMB റിസർച്ച്, TNS ഇന്ത്യ, IDC ഇന്ത്യ, നിൽസൺ ഇന്ത്യ. ഇതൊക്കെയാണ് മേജർ മാർക്കറ്റ് റിസർച്ച് ഏജൻസീസ് ഇന്ത്യയിലുള്ളത്. ഇനി പ്രോസസ് ഓഫ് മാർക്കറ്റ് റിസർച്ച്. നമ്മൾ മാർക്കറ്റ് റിസർച്ചിൻ്റെ പ്രോസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡിഫൈൻ പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ, ഹൂ വിൽ ബൈ, വാട്ട് ദ പ്രൈസ് റേഞ്ച്, ആര് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങും, ആരാണ് നമ്മുടെ കസ്റ്റമർ, ആൻഡ് വാട്ട് പ്രൈസ് റേഞ്ച്, നമ്മുടെ പ്രൈസ് റേഞ്ച് എന്താണെന്നുള്ളത്. ആദ്യം തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഫ്രം റിപ്പോർട്ട്, ഇൻ്റർനെറ്റ് ജേണലിലൂടെ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ നമ്മൾ ചെയ്യാം. ചീപ്പ് ആൻഡ് ഫാസ്റ്റാണ്, പക്ഷേ ഇത് മേ ബി ഔട്ട്ഡേറ്റഡ്, കുറച്ചുകൂടെ പഴകിയതും ജനറലാണ്. പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ, ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻസിലൂടെയൊക്കെയാണ്. സ്പെസിഫിക് ആൻഡ് ഫ്രഷ് ആണ്. അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി ആണ്. നെക്സ്റ്റ് വരുന്ന അനലൈസ് ഡാറ്റ. യൂസ് ടൂൾസ് ലൈക്ക് റിഗ്രഷൻ, കോറിലേഷൻ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കിട്ടിയ ഡാറ്റയെ അനലൈസ് ചെയ്യാം. ഇൻ്റർപ്രറ്റ് ആൻഡ് റിപ്പോർട്ട് ഫൈൻഡിങ്. യൂസ് വിഷ്വൽ ചാർട്ട്, ഗ്രാഫ്സ് ആൻഡ് സമ്മറൈസ്. നമ്മൾക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. എന്തൊക്കെ വിഷ്വൽ എയ്ഡ്സ് ആയിട്ടുള്ള ചാർട്ട്സ്, ഗ്രാഫ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? സമ്മറീസ് ഒക്കെ വെച്ചിട്ട് നമ്മളതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാം. ഇംപ്ലിമെൻറ്റ് ഫൈൻഡിങ്. അപ്ലൈ റിസൾട്ട് ടു ഇംപ്രൂവ് പ്രൊഡക്റ്റ് ആൻഡ് സ്ട്രാറ്റജീസ്. നമ്മൾ എന്ത് ചെയ്യുക? അതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റിലോ സ്ട്രാറ്റജിയിലോ പ്രൊഡക്റ്റിൻ്റെയോ സ്ട്രാറ്റജിയിലോ ഇമ്പ്രൂവ് ചെയ്യാൻ, ആ റിസൾട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി മാർക്കറ്റിംഗ് മിക്സ് അഥവാ 4Ps എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. പ്രൊഡക്റ്റിന് വാട്ട് ടു സെൽ, എന്താണ് നമ്മൾ വിൽക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഷാംപൂ, ആപ്പ്, ഷൂ, എന്ത് സാധനമാണ് നമ്മൾ വിൽക്കുന്നത് എന്നുള്ളത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ അറ്റ് വാട്ട് കോസ്റ്റ്, ഏത് കോസ്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്.
₹5 ഫസ്റ്റ് സാഷെ അല്ലെങ്കിൽ 1000 ഐറ്റംസ് അങ്ങനെ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ടു അഡ്വർടൈസ്, നമ്മൾ എങ്ങനെയാണ് ആൾക്കാരിലേക്ക് അത് അഡ്വർടൈസ് ചെയ്യേണ്ടത്. TV ആണോ, സോഷ്യൽ മീഡിയ ആണോ, പോസ്റ്റേഴ്സ് വഴിയാണോ, പ്ലേസ് വേർ ടു സെൽ, റീറ്റെയിൽ ആണോ, ഓൺലൈനാണോ, വില്ലേജ് ഷോപ്പാണോ എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് അഥവാ 4Ps എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മസ്റ്റ് ബി മീറ്റ് റൂറൽ അർബൻ കസ്റ്റമർ നീഡ്സ്. നമ്മുടെ ഗ്രാമീണരും അതുപോലെ തന്നെ സിറ്റിയിലുള്ള ആൾക്കാരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ഡിസൈഡ് ക്വാളിറ്റി, സൈസ്, പാക്കിംഗ്, ബ്രാൻഡും. നമ്മളതിൻ്റെ ക്വാളിറ്റിയും സൈസും പാക്കേജിങ്ങും ബ്രാൻഡും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ തീരുമാനിക്കുക. പ്രൈസ് സെറ്റ് പ്രൈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ്, ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ കോസ്റ്റ് അതുപോലെ ഡിമാൻഡ് കോമ്പറ്റീറ്റേഴ്സ് അനുസരിച്ച് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യാം. യൂസ് സ്ട്രാറ്റജീസ് ലൈക്ക് ഡിസ്കൗണ്ട്, ക്രെഡിറ്റ് ടേംസ്. അതുപോലെ പ്രൊമോഷൻ ചെയ്യാം. യൂസ് ആഡ്സ്, പേഴ്സണൽ സെല്ലിംഗ്, ഇവൻറ്റ്സ്. ആഡ്സ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ്ങും അല്ലെങ്കിൽ ഇവൻറ്റ്സ് പോലെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊമോഷൻ നടത്താം പ്രൊഡക്റ്റിൻ്റെ. ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ IMC, കമ്പെയിൻ ഓൾ പ്രൊമോഷൻ ടൂൾസും. ഇനി പ്ലേസ് എന്ന് പറഞ്ഞാൽ ചൂസ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആൻഡ് ലൊക്കേഷൻ. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും ലൊക്കേഷൻസും നമ്മൾ ചൂസ് ചെയ്യാം. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലായിടത്തും എത്തുന്നുണ്ട്, അവൈലബിൾ ആവുന്നുണ്ട്. വില്ലേജിലും ടൗണിലും ഓൺലൈനിലും ഒക്കെ ഇത് അവൈലബിൾ ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനി മാർക്കറ്റിംഗ് പ്ലാൻ. വാട്ട് ഈസ് മാർക്കറ്റിംഗ് പ്ലാൻ? മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് മാപ്പ് ടു റീച്ച് കസ്റ്റമർ, പ്രൊമോട്ട് പ്രൊഡക്റ്റ് ആൻഡ് മീറ്റ് സെയിൽസ് ഗോൾ. എന്താണ് ഒരു കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യാനുള്ള റോഡ് മാപ്പാണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അതിന് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും, അത് സെയിൽസ് ഗോൾ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി സ്റ്റെപ്സ് ടു പ്രിപ്പയർ മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡിഫൈൻ ബിസിനസ് സിറ്റുവേഷൻസ്. കറണ്ട് മാർക്കറ്റ് പൊസിഷൻ, ട്രെൻഡ്, കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ കറണ്ട് മാർക്കറ്റ് പൊസിഷൻ എന്താണെന്നും ട്രെൻഡ്സ് എന്താണെന്നും കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഡിഫൈൻ ടാർഗറ്റ് മാർക്കറ്റ്. ഏതാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. സെഗ്മെൻറ്റ് ബൈ ജിയോഗ്രഫിക്കൽ പ്ലേസ് വൈസ് ആണോ അല്ലെങ്കിൽ ഏജ്, ഇൻകം അനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്, ലൈഫ് സ്റ്റൈൽ അനുസരിച്ചാണോ, ബിഹേവിയറൽ ആണോ, യൂസേജ് അനുസരിച്ചിട്ടാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. SWOT അനാലിസിസ് അഥവാ ഇൻറ്റേർണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ് മനസ്സിലാക്കുക. SWOT അനാലിസിസ് വെച്ചിട്ട് ഇനി സെറ്റ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് സെറ്റ് ചെയ്യുക. എക്സാമ്പിൾ സെയിൽസ് ഗ്രോത്ത് ആണോ, ബ്രാൻഡ് അവയർനെസ് ആണോ എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി ഉറപ്പ് വരുത്താം. ഡെവലപ്പ് സ്ട്രാറ്റജിയിൽ യൂസിങ് 4Ps നമ്മൾ ഉപയോഗിക്കാം. ഇനി ബിസിനസ് ടു കൺസ്യൂമർ വേഴ്സസ് ബിസിനസ് ടു ബീസ് മാർക്കറ്റിംഗ്. ബിസിനസ് ടു കൺസ്യൂമർ എന്ന എക്സാമ്പിൾ ഫുഡ്, ക്ലോത്തസ് ആയിരിക്കും. ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ് എക്സാമ്പിൾ മെഷീനറി, സോഫ്റ്റ്വെയർ ബിസിനസ് മറ്റൊരു ബിസിനസ്സിന് നൽകുന്നത്. ഇനി ബഡ്ജറ്റ് മാർക്കറ്റ് പ്ലാനിങ്. എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയാണ്. ഇനി ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ. അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ടേക്ക് ആക്ഷൻ. എന്ത് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്തതിൻ്റെ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന് ആക്ഷൻ എടുക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള. ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ്, മെഷർ റിസൾട്ട്, അപ്ഡേറ്റ് പ്ലാൻ ഇഫ് നീഡഡ്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിലെന്തെങ്കിലും റിസൾട്ട് മെഷർ ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും അതിൽ നമ്മുടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുള്ളത് കണ്ടെത്തുക. ഇനി അത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്ലാന് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുക. പ്ലാന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക ആവശ്യമാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇത്രയൊക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിൽ വരുന്നത്. നെക്സ്റ്റ് റൂറൽ മാർക്കറ്റ് റിസർച്ച്. റൂറൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വില്ലേജ് ഏരിയകളിൽ വരുന്ന മാർക്കറ്റ് റിസർച്ച്, അത് ഗ്രാമത്തിലുള്ള മാർക്കറ്റ് റിസർച്ച്. വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ്? റൂറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ എൻ്റർപ്രണേഴ്സിന് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് റൂറൽ മാർക്കറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് കൺസ്യൂമർ ബിഹേവിയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലെസ് ബ്രാൻഡ് അവയർനെസ് ആയിരിക്കും, മോർ ട്രഡീഷണൽ ആയിരിക്കും. അർബൻ സ്ട്രാറ്റജി എന്ത് ചെയ്യില്ല, ഇവിടെ വർക്ക് ചെയ്യില്ല. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണ്? പ്രൈസ് സെൻസിറ്റിവിറ്റി. അവർ പ്രൈസിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കും. അവർ കൂടുതലും ഒരു പ്രൊഡക്റ്റിന് ട്രസ്റ്റ് ചെയ്യുക വേർഡ് ഓഫ് മൗത്ത് ആൻഡ് ലോക്കൽ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആൾക്കാർ പറഞ്ഞത് അറിഞ്ഞിട്ടും ലോക്കൽ ഇൻഫ്ലുവൻസിലൂടെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ അവർ ട്രസ്റ്റ് ചെയ്യുള്ളൂ. പ്രിഫർ സിമ്പിൾ, അഫോർഡബിൾ ആൻഡ് ഈസി ടു യൂസ് പ്രൊഡക്ട്സ്. എന്താണ് ഈസി ടു യൂസ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ സിമ്പിളോ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യും.
വാച്ച് ടി വി ആൻഡ് ലോക്കൽ പ്രോഗ്രാംസ്. അവരെന്ത് ചെയ്യുക, ടി വിയും അതുപോലെ ലോക്കൽ പ്രോഗ്രാംസ് മാത്രമേ അവർ കാണുകയുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു എന്താണ് ടി വിയോട് വഴിയോ അല്ലെങ്കിൽ ലോക്കൽ പ്രോഗ്രാം വഴിയോ ആയിരിക്കും എന്ത് ചെയ്യും നമ്മൾ പ്രൊമോഷൻ നടത്തേണ്ടത്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് അവരിലേക്ക് എത്തിക്കേണ്ടത്. ഫീച്ചേഴ്സ് ഓഫ് റൂറൽ മാർക്കറ്റ്. റൂറൽ മാർക്കറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. എന്താണ്, ആൾക്കാർ ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോ ഇൻകം ആയതുകൊണ്ട് നമ്മൾ ബേസിക് നീഡ്സിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ലാർജ് സ്കാറ്റേർഡ് പോപ്പുലേഷൻ. ഓവർ 6 lakhs വില്ലേജസ്, ട്രാൻസ്പോർട്ട് ഈസ് കോസ്റ്റ്ലി. ഓവർ എത്രയുണ്ട്? 6 lakh വില്ലേജസ് ഉണ്ട്, 6 ലക്ഷത്തിൽ കൂടുതൽ വില്ലേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് എന്താണ്, കോസ്റ്റ്ലി ആണ്. ഇൻകം ഫ്രം അഗ്രികൾച്ചർ. സീസണൽ അൺസർട്ടൻ ഇൻകം ആയിരിക്കും. ഈ വില്ലേജസിൻ്റെ മോസ്റ്റ്ലി ഇൻകം വരുന്ന അഗ്രികൾച്ചറിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അൺസർട്ടൻ ഇൻകം ആയിരിക്കും അവർക്കുള്ളത്. പൂർ ഇൻഫ്രാസ്ട്രക്ചറാണ്, ലിമിറ്റഡ് റോഡ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. ഡ്രൈവേഴ്സ് കൾച്ചർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വാരിയസ് അക്രോസ് ഡിസ്ട്രിക്ട് മസ്റ്റ് കസ്റ്റമൈസ് മാർക്കറ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും വേറെ തന്നെ കൾച്ചറാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും അവരുടെ നീഡ് അനുസരിച്ചിട്ട്. ലോ ലിറ്ററസി റേറ്റ് ആയിരിക്കും. പ്രിൻറ്റ് മീഡിയ നോട്ട് എഫക്റ്റീവ്. യൂസ് ഓഡിയോ വിഷ്വൽ മെത്തേഡ്. എന്താണ്, പ്രിൻറ്റ് മീഡിയ എന്ത് ചെയ്യില്ല, അവിടെ എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ ഓഡിയോ വിഷ്വൽ മെത്തേഡായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റ് ആവുക അവരിലേക്ക് എത്താൻ വേണ്ടി. മാർക്കറ്റ് ഗ്രോത്ത്. ഇൻകം ആൻഡ് സ്പെൻഡിങ് റൈസിങ് ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് ആൻഡ് ക്രെഡിറ്റ് ആക്സസ്. ഇനി അർബൻ വേഴ്സസ് റൂറൽ മാർക്കറ്റ് റിസർച്ച് നമുക്ക് നോക്കാം. റെസ്പോൺസ് അർബൻ മാർക്കറ്റിൽ ലിറ്ററേറ്റ് ഇൻഡിവിജ്വലാണ്. റൂറൽ മാർക്കറ്റ് സെമി ലിറ്ററേറ്റ് ഗ്രൂപ്പ് ബേസ്ഡ് ആയിരിക്കും. ടൈം എന്ന് പറഞ്ഞാൽ അർബൻ മാർക്കറ്റിലെ ആൾക്കാർ ബിസിയാണ്, ലെസ് ടൈം. റൂറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗിവ് മോർ ടൈം ആഫ്റ്റർ ട്രസ്റ്റ്. കുറച്ച് എന്താണ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് എന്ന് പറയുന്നത് നമ്മൾക്ക് അർബൻ മാർക്കറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. റൂറൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഹാർഡാണ്, റിമോട്ട് പ്ലസ് കോഷ്യസ് ആയിരിക്കും. ഡാറ്റ സോഴ്സ് മെനി റിലയബിൾ ആയിരിക്കും, എന്നാൽ റൂറൽ മാർക്കറ്റിൽ ലിമിറ്റഡ് ആൻഡ് സ്കാറ്റേർഡ് ആയിരിക്കും. മാർക്കറ്റിംഗ് മിക്സ് ഫോർ റൂറൽ മാർക്കറ്റ്സ്. നമ്മൾ മാർക്കറ്റിംഗ് 4 P's പറഞ്ഞു, മാർക്കറ്റ് മിക്സിൻ്റെ 4 P's പറഞ്ഞു. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ്. അപ്പം പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും റൂറൽ ഏരിയയിൽ വരുന്നത്? റൂറൽ മാർക്കറ്റിൽ സ്മോൾ സാഷേഴ്സിലേക്ക് 1 rupees ഷാമ്പു, 2 rupees പാർലേജി. ഈസി ടു യൂസ്, വിഷ്വലി ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം. പ്രൈസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ബട്ട് വാല്യുബിൾ. അഫോർഡബിൾ ആയിരിക്കണം, വാല്യുബിൾ ആയിരിക്കണം. യൂസ് ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ് യൂസ് ചെയ്യാനുള്ള എക്സാമ്പിൾ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്. പ്രൊമോഷൻ അവോയ്ഡ് പ്രിൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. റേഡിയോ, ടി വി വഴിയൊക്കെ നമ്മൾ പ്രൊമോഷൻ നടത്തുക. ഫോക്ക് ഷോസ്, വോൾ പെയിൻറ്റിങ്, നുക്കഡ് നാട്ടക്, ഒപ്പീനിയൻ ലീഡേഴ്സ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ചാനൽസ് ആയിട്ട് ഹോൾസെയിലർ ടു റൂറൽ റീറ്റെയിലേഴ്സിലായിരിക്കണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്. യൂസ് ലോക്കൽ സ്റ്റോറേജ്, ലോ കോസ്റ്റ് ട്രാൻസ്പോർട്ട് ആയിരിക്കും. ഓൺലൈൻ ഡെലിവറി ഗ്രോയിങ് ഇൻ ഡെവലപ്ഡ് ഏരിയാസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓൺലൈൻ ഡെലിവറി സാധ്യമാവുള്ളൂ. ഇനി റൂറൽ മാർക്കറ്റിംഗ് സക്സസ് സ്റ്റോറീസ് ഇവിടെ കൊടുത്തിട്ട് നോക്കിയ 1100 ലോ കോസ്റ്റ് മൊബൈൽ വിത്ത് ടോർച്ച് പ്ലസ് അലാറം. ടാർഗറ്റ് ഫോർ ഏരിയ വിത്ത് നോ ഇലക്ട്രിസിറ്റി. ഇതെവിടെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഏരിയകളിലാണ് ഈ നോക്കിയയുടെ ഈ ഫോൺ, ഈ മോഡൽ വന്നിരിക്കുന്നത്. ടോർച്ചും അലാറവുമുള്ള ലോ കോസ്റ്റ് മൊബൈൽ വന്നിരിക്കുന്നത്. ഹ്യൂജ് സക്സസ് ഇൻ റൂറൽ ഇന്ത്യയിൽ എന്തായിരുന്നു? അത് ഹ്യൂജ് സക്സസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ 6th ചാപ്റ്ററിലുള്ളത്. 7th ചാപ്റ്റർ ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ. ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു റിട്ടൺ റോഡ് മാപ്പാണ്. അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ഗോൾസ്, സ്ട്രാറ്റജി ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഓഫ് എ ന്യൂ ഓർ എക്സിസ്റ്റിംഗ് ബിസിനസ്. എക്സിസ്റ്റിങ്ങിൻ്റെയും പുതിയ ബിസിനസ്സിൻ്റെയും ഗോളും സ്ട്രാറ്റജിയും ഫിനാൻഷ്യലും പറഞ്ഞിരിക്കുന്ന ഒരു റോഡ് മാപ്പാണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, ഹ്യൂമൻ റിസോഴ്സസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടെക്നോ എക്കണോമിക് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. എന്താണ് ടെക്നോ എക്കണോമിക് സാധ്യതകളുടെ ഒരു സ്റ്റഡി എന്ന് തന്നെ പറയാം. ഇനി ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് അഥവാ DPR. എ DPR ഇസ് എ കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർഡ് ആഫ്റ്റർ ഫീസിബിലിറ്റി സ്റ്റഡീസ്. നമ്മുടെ സാധ്യത
സാധ്യത മനസ്സിലാക്കിയതിന് ശേഷം തയ്യാറാക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ഡോക്യുമെൻ്റാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡീറ്റെയിൽ ആക്ഷൻ പ്ലാൻ ഫോർ സെറ്റിംഗ് എ ബിസിനസ്, ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, കോംപ്രിഹെൻസീവ് ഡോക്യുമെൻ്റാണ് DPR എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിന് മുമ്പുള്ള ഒരു ഫൈനൽ സ്റ്റേജാണ് DPR എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് DPR എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്ലാൻ എന്തൊക്കെയാണ്? അവോയ്ഡ് പൂർ ഐഡിയകൾ, ആദ്യം തന്നെ മോശമായിട്ടുള്ള ഐഡിയാസൊക്കെ ഒരു ബിസിനസ് നടത്തുന്നതിന് വന്നിരിക്കുന്ന നടത്താൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഐഡിയാസൊക്കെ എന്ത് ചെയ്യുന്നു? അത് അവോയ്ഡ് ചെയ്യുന്നു. ടെസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് വയബിലിറ്റി, അതുപോലെ ഹെൽപ്പ് റൈസിങ് ഫണ്ട് റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗൈഡ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ അട്രാക്ട് സ്കിൽഡ് ടാലൻറ്റ്, എയ്ഡ്സ് ഇൻ സെൽഫ് ഇവാലുവേഷൻ ബൈ എൻ്റർപ്രൈനേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് DPR എന്തൊക്കെയാണ്? പ്രൊവൈഡ് പ്രൊജക്റ്റ് ഫീസിബിലിറ്റി, പ്രൂവ്സ് പ്രൊജക്റ്റ് ഫീസിബിലിറ്റി, പ്രൊജക്റ്റിൻ്റെ സാധ്യത പ്രൂവ് ചെയ്യാണ്, ലൈക്ക് ടെക്നിക്കലി, എക്കണോമിക്, ഫിനാൻഷ്യലും. ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ലോൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ലോണോ കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ആക്യുറേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, ആക്യുറേറ്റുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആക്ട് ആസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ എക്സിക്യൂഷൻ, നമ്മൾ എക്സിക്യൂഷന് വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് DPR പ്രവർത്തിക്കുന്നുണ്ട്. റിഫ്ലക്ട്സ് പ്രൊമോട്ടേഴ്സ് കേപ്പബിലിറ്റി ആൻഡ് പ്ലാനിങ്, പ്രൊമോട്ടേഴ്സിൻ്റെ കേപ്പബിലിറ്റിയും പ്ലാനിങ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മാൻഡറ്ററി ഫോർ ബാങ്ക്സ് ഫോർ ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ബാങ്കേഴ്സിനോ ഇത് DPR അത്യാവശ്യമാണ്. ഇനി അതിൻ്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഡിഫറൻസ് ഫീസിബിലിറ്റി റിപ്പോർട്ട് വേഴ്സസ് DPR. ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതാ റിപ്പോർട്ട്. അതിൻ്റെ ടൈമിംഗ് ബിഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തയ്യാറാക്കുന്നതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് ശേഷം തയ്യാറാക്കുന്നതാണ് DPR. പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്റ്റഡി ഓഫ് ഐഡിയാസ് നന്നായി പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഫീസിബിലിറ്റി റിപ്പോർട്ട്. എന്നാൽ DPR എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനാണ്. ഡീറ്റെയിൽ ലെവൽ മോഡറേറ്റ് ആണ്, ഇവിടെ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻ ഡെപ്ത്. യൂസേജ് ഇൻ്റർണൽ പ്ലാനിങ്ങിനാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. എന്നാൽ DPR യൂസ് ചെയ്യുന്നത് ഫോർ ബാങ്ക്സ്, VCs ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി സ്ട്രക്ചർ ഓർ എലമെൻറ്റ്സ്, എ കോമൺ കോമ്പണൻസ് ഇൻ ബോത്ത്. ഇത് രണ്ടിലും വന്നിട്ടുള്ള കോമൺ ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്? ജനറൽ ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ടാവും. ഫീസിബിലിറ്റി റിപ്പോർട്ടിലും അതുപോലെ DPRലും കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള നെയിം, കോണ്ടാക്ട്, ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഓഫ് എൻ്റർപ്രണേഴ്സ് അതിനകത്തുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷൻ, ലൈക്ക് പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ അതിനകത്തുണ്ടാവും. അതുപോലെ ബിസിനസ് ഓർ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതിനകത്തുണ്ടാവും. നേച്ചർ ഓഫ് ബിസിനസ്, വിഷൻ, മിഷൻ, അതുപോലെ യൂണിക്നെസ്, USP, IPR, ടെക്നിക്കൽ നോ-ഹൗ, ഇതൊക്കെ അതിനകത്തുണ്ടാവും. ഇത് കോമൺ ആയിട്ടുള്ള കോമ്പണൻസ് രണ്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പറേഷൻ പ്രൊഡക്റ്റ് പ്ലാൻ ഉണ്ടാവും. ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ് അനലൈസ് ഉണ്ടാവും. മാർക്കറ്റ് സൈസ്, ട്രെൻഡ്സ്, കോമ്പറ്റീറ്റീവ് കസ്റ്റമർ സെഗ്മെൻറ്റ്, അതുപോലെ ഓപ്പറേഷൻ പ്രൊഡക്റ്റ് പ്ലാൻ ആയിട്ടുള്ള മെഷീനറി, ലേഔട്ട് പ്ലാൻ, കപ്പാസിറ്റി, ഇതൊക്കെ ഉണ്ടാവും. മാർക്കറ്റ് പ്ലാൻ ഉണ്ടാവും. ടാർഗറ്റ്സ് മാർക്കറ്റ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിങ്, 4Ps. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ഉണ്ടാവും. സ്കിൽഡ് ഓർ അൺസ്കിൽഡ് മാൻ പവർ, സാലറീസ്, അവൈലബിലിറ്റി, ഓർഗനൈസേഷൻ ചാർട്ട്, ഓർഗനൈസേഷൻ പ്ലാൻ ആയിട്ട് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, മാനേജ്മെൻറ്റ് ടേം, യൂട്ടിലിറ്റീസ്, റിസ്ക് അനലൈസ്, ഇതൊക്കെ യൂട്ടിലൈസർ പവർ, വാട്ടർ, ഫ്യൂൽ, വേസ്റ്റ് ഡിസ്പോസൽ, റിസ്ക് അനലൈസ് ആയിട്ടുള്ള ബിസിനസ്, ഫിനാൻഷ്യൽ, മാർക്കറ്റ്, ടെക്നോളജി റിസ്ക് ആൻഡ് കോണ്ടിജൻസി പ്ലാൻസ്. ഇതൊക്കെയാണ് ഈ രണ്ട് ഫീസിബിലിറ്റി റിപ്പോർട്ടിലും DPRലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോമ്പണൻസ് ഇത്രയൊക്കെയാണ്. DPR സ്പെസിഫിക് സെക്ഷൻസിൽ വരുന്ന എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, ലൈക്ക് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഇത്രയൊക്കെയാണ്. ഫിക്സ്ഡ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ അടങ്ങിയതായിരിക്കും. മീൻ ഓഫ് ഫിനാൻസ്, ലോൺ ആണോ, ഇക്വിറ്റി ആണോ, സബ്സിഡി ആണോ എന്നുള്ളത്. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ് ആയിട്ടുള്ള സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ്, ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്യാഷ് ഫ്ലോ, ROI, IRR, DSCR, പേ ബാക്ക് പീരീഡ്, ഇതൊക്കെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിലുണ്ടാവും DPRലും. ഇനി സോഷ്യൽ ഓർ ഇക്കണോമിക്കൽ ഇമ്പാക്റ്റ്, ജോബ് ക്രിയേഷന്, കോൺട്രിബ്യൂഷൻ ടു GDP, എക്സ്പോർട്ട്സ് വാല്യൂ അഡീഷൻ, എൻവയോൺമെൻറ്റൽ ആൻഡ് ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ്, ടെക്നോളജിക്കൽ അബ്സോർപ്ഷൻ, ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ഷെഡ്യൂളും
ടൈം ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്, ലാൻഡ്, മെഷീനറി, മാൻ പവർ, പ്രൊഡക്ഷൻ, ഇതിൻ്റെയൊക്കെ ടൈം ലൈന്. അപ്പൻഡിസീസ്, അപ്പൻഡൈസസ്, സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ലൈസൻസ്, പെർമിഷൻ, കോൺട്രാക്ട്, സപ്ലൈ ലെറ്റർ, ഇതൊക്കെ എന്തിലുണ്ടാകും? ഡി പി ആറിലുണ്ടാവും. ഫൈനൽ പ്രൊജക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിക്സ്ഡ് ക്യാപിറ്റൽ, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, ടൂള് എന്തൊക്കെയാണുള്ളത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണുള്ളത്, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വരും, കോസ്റ്റ് പ്രൊഡക്ഷൻ എന്തുണ്ട് വരും, സെയിൽസോ ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ്, ഇതൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. ഇനി സാമ്പിൾ ഡി പി ആറിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. എൻ്റർപ്രൈസ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഇൻഡസ്ട്രി ഓവർവ്യൂ ഉണ്ടാവും, പ്രൊജക്റ്റ് ഡീറ്റെയിൽ ഉണ്ടാവും, പ്രൊജക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും, റോ മെറ്റീരിയൽ ആൻഡ് യൂട്ടിലിറ്റീസ്, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ടെക്നിക്കൽ പ്രോസസ്സ്, ഫ്ലോ ചാർട്ട്, മാൻ പവർ റിക്വയർമെൻറ്റ്, മാർക്കറ്റിംഗ് പ്ലാന്, ഫിനാൻഷ്യൽ എസ്റ്റിമേറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ടൈം ലൈന്, ഇതൊക്കെ എന്തുണ്ടാവും? ഡി പി ആറിൽ ഉണ്ടാവും. നെക്സ്റ്റ് യൂണിറ്റ് 8 ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി. നമ്മൾ ബിസിനസ് പ്ലാനിൻ്റെ സാധ്യത എങ്ങനെയാണുള്ളത്. വാട്ട് ഈസ് ഫീസിബിലിറ്റി അനലൈസിസ്, എന്താണ് സാധ്യത അനലൈസിസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാധ്യതാ വിശകലനം എന്ന് പറയും. വാട്ട് ഈസ് ഫീസിബിലിറ്റി അനാലിസിസ്? ഫീസിബിലിറ്റി അനാലിസിസ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ് വെദർ ബിസിനസ് ഐഡിയ റിയലിസ്റ്റിക്, പ്രോഫിറ്റബിൾ, സസ്റ്റൈനബിൾ. എന്താണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത എന്താണ് വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാണ് നമ്മുടെ ബിസിനസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബിസിനസ് ഐഡിയ റിയലിസ്റ്റിക് ആണോ, പ്രോഫിറ്റബിൾ ആണോ, സസ്റ്റൈനബിൾ ആണത്, അത് നിന്ന് പോകുമ്പോൾ അത് സക്സസ് ആകുമോ എന്നുള്ളതുള്ള ചെക്ക് ചെയ്യുന്നതിനെയാണ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതെന്തിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ബിസിനസ്സിനെ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ടൈപ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫീസിബിലിറ്റി, മാർക്കറ്റിൻ്റെ സാധ്യത, ഫിനാൻഷ്യൽ സാധ്യത, എൻവയോൺമെൻറ്റ് അനാലിസിസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെക്ക് വെദർ there is real demand for product or services. It focuses on target customer market potential competitors. ഇത് ചെക്ക് ചെയ്യാണ് ഇത് റിയൽ പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസിനോ റിയൽ ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് മാർക്കറ്റിൽ. അതെന്ത് ചെയ്യുന്നുണ്ട്? കസ്റ്റമറെ മാർക്കറ്റ് പൊട്ടൻഷ്യലും കോമ്പറ്റീറ്റേഴ്സിനും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് റിയാക്ഷൻ ആൻഡ് ഡിമാൻഡ്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ഡിമാൻഡ് മനസ്സിലാക്കുന്നതിനും ഐഡൻറ്റിഫൈഡ് ഐഡിയൽ കസ്റ്റമറെ കണ്ടെത്തുന്നതിനും എസ്റ്റിമേറ്റ് മാർക്കറ്റ് സൈസ്, ട്രെൻഡ്സ് ആൻഡ് സെയിൽസ്, സ്റ്റഡി കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് എൻട്രി സ്ട്രാറ്റജീസ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റെപ്പ് ഇൻ മാർക്കറ്റ് ഫീസിബിലിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇൻഡസ്ട്രി അനലൈസിസ്, സ്റ്റഡി ഇൻഡസ്ട്രി സൈസ്, ഗ്രോത്ത്, ഡിമാൻഡ്, ട്രെൻഡ്സ്, റെഗുലേഷൻസ് ആൻഡ് ഇന്നോവേഷൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി അനലൈസ് ചെയ്യുക. അതിൻ്റെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ സൈസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഗ്രോത്ത്, ഡിമാൻഡ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, റെഗുലേഷൻസ് എന്തൊക്കെ നിയമവിധികളുണ്ട്, അതുപോലെ ഇന്നോവേഷൻസ് എന്തൊക്കെയുണ്ട് എന്നതിനൊക്കെ കുറിച്ച് സമഗ്രമായൊരു പഠനം നടത്തുക. അതുപോലെ ഡിമാൻഡ് ഫോർകാസ്റ്റ്, നമ്മുടെ ഡിമാൻഡ് മുൻകൂട്ടി തന്നെ കണക്കാക്കാം. എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഡിമാൻഡ് മനസ്സിലാക്കാൻ എങ്ങനെയാണ്? എക്സ്പേർട്ട് ഒപ്പീനിയൻ, ജൂറിയോ ഡെൽഫി, സർവേസ് നടത്തുക, എക്സ്പെരിമെൻറ്റ്സ് നടത്തുക, ട്രെൻഡ് അനലൈസിസ് നടത്തുക. അതിലൂടെ നമുക്ക് സാധിക്കും നമ്മുടെ ഡിമാൻഡ് നമുക്ക് മുൻകൂട്ടി പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ ഡിമാൻഡ് നേരത്തെ തന്നെ മുൻകൂട്ടി കാണാൻ സാധിക്കും. ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ മാർക്കറ്റ്, നമ്മൾ സ്റ്റഡി പോപ്പുലേഷൻ ഗ്രൂപ്പ് ഹൂ നീഡ് ഓർ വാണ്ട് ദ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ മാർക്കറ്റ് കണ്ടെത്തുക. ആൾക്കാർക്ക് പോപ്പുലേഷൻ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് ആർക്കാണ് ഹൂ നീഡ് ഓർ വാണ്ട് ദ പ്രൊഡക്റ്റ്, ആർക്കാണിത് ആവശ്യമുള്ളത്, ആരാണിത് വാങ്ങുക എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കുക. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, ഡിവൈഡ് കസ്റ്റമർ ബേസ്ഡ് ഓൺ ഏജ്, ഇൻകം, അതുപോലെ ജിയോഗ്രഫി, ലൈഫ് സ്റ്റൈൽ, ബിഹേവിയർ അനുസരിച്ചിട്ട് കസ്റ്റമറിനെ ഡിവൈഡ് ചെയ്യുക. ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി 4 P's, പ്രൊഡക്റ്റ് അതിൻ്റെ ഡിസൈൻ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. പ്രൈസ് അഫോർഡബിൾ ആണോ, പ്രീമിയം പ്രൈസിങ് ആണോ, പ്ലേസ് വേർ ടു സെൽ, ഓഫ്ലൈനും ആണോ ഓൺലൈനും ആണോ നമ്മൾ സെയിൽ ചെയ്യേണ്ടത്, പ്രൊമോഷൻ, ആഡ്, ഓഫർ, സോഷ്യൽ മീഡിയ എന്നിവ എന്ത് ചെയ്യുക? കണ്ടെത്തുക.
പ്രൈസിങ് ആൻഡ് പ്രോഫിറ്റബിൾ, സെറ്റ് പ്രൈസ്, കാൽക്കുലേറ്റ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് മാർജിൻ. അതുപോലെ കോമ്പറ്റീറ്റർ അനാലിസിസ്, സ്റ്റഡി അതർ ബിസിനസ്സസ്, ദർ സ്ട്രാറ്റജി. നമ്മൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബിസിനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കുക, അവരെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, ഹൗ ദേ മേ റിയാക്ട് ടു യുവർ എൻട്രി. നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോമ്പറ്റീറ്റർ നമ്മളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ മാർക്കറ്റ് ഫീസിബിലിറ്റി അനാലിസിസിൽ വരുന്നതാണ്. ഇനി ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഇഫ് ദ പ്രോജക്റ്റ് ഫിനാൻഷ്യലി സൗണ്ട് ദാറ്റ് ക്യാൻ മേക്ക് പ്രോഫിറ്റ്, കവർ കോസ്റ്റ് ആൻഡ് ഗെറ്റ് ഫണ്ടിങ്. ഫിനാൻഷ്യൽ